ആനെ കണ്ട് അവസാനം നമ്മൾ ആനെ കണ്ട്. എടാ ഓടുമ്പോൾ സൂക്ഷിച്ചോടണേ, കേട്ടോ. ഈ മരത്തിന്റെ വലിപ്പം കണ്ടോ. താഴെ പോരാ. ഇത് കണ്ടോ, ഇവിടെ നോക്കി. ഇതെല്ലാം ആന ചവിട്ടി മെതിച്ചിട്ടേക്കുന്ന സ്ഥലങ്ങളാണ്. നമ്മളിപ്പോൾ കാട് കാണാൻ വേണ്ടി പോവാണ് കഴിച്ചു. നമ്മളിപ്പോൾ എന്താണ്ടേ നല്ല കിടിലൻ ഫോറസ്റ്റ് കാണാൻ വേണ്ടി പോവാണ്. നമ്മൾ വയനാട്ടിലെ നല്ല കിടിലൻ ഫോറസ്റ്റിലോട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പുഴയിലെ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വേണ്ടേ തണുപ്പിച്ച് ദേഹം ഫുള്ള് തണുപ്പിച്ചിട്ട് നമ്മൾ കൊടും ഫോറസ്റ്റിലേക്ക് കയറുകയാണ് കഴിച്ചത്. ഈ സാധനം കണ്ടോ, കമ്പി ഉണ്ട്. ഇത് 6 മണി തൊട്ട് ഈ സാധനം ഓണാണ് കേട്ടോ. ഇതിനകത്തെല്ലാം എർത്തുണ്ടായിരിക്കും, എർത്ത്. ഇതിപ്പോൾ ആന ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഈ സാധനം ആന കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പം ഒരു 6 മണി തൊട്ട് ഇതിനകത്ത് ഭയങ്കരമായിട്ട് കറണ്ടുണ്ടായിരിക്കും, എർത്തുണ്ടായിരിക്കും. അപ്പോൾ പിന്നെ ആനയൊക്കെ വന്ന് കഴിയുമ്പോൾ എർത്തടിച്ച് കഴിയുമ്പോൾ തിരിച്ചു പോകും. അളിയൻ പറഞ്ഞ മഴക്കാലത്ത് ഇങ്ങോട്ട് വരണം. മഴക്കാലത്ത് വൻ പൊളിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് പച്ചപ്പായിരിക്കും, കാട് മുഴുവൻ പച്ചപ്പായിരിക്കുന്നതാണ്. നമുക്ക് എന്തായാലും അടുത്ത മഴക്കാലത്തിന് എന്തായാലും ഒന്നുകൂടി വരാം. മഴക്കാലമാകുമ്പോൾ നമുക്ക് ഒന്നുകൂടി വരാം ഗൈസ്. അയ്യോ കിടിലൻ ഫോറസ്റ്റാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ കാട് കാണാം. നമ്മൾ പൊന്തമ്പുഴ വനമൊക്കെ ഇല്ലേ, മറ്റേ ആ മണിമല പൊന്തമ്പുഴ വനമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ അത് വേറെ, ഇത് വേറെ. അത് വനം, അത് കാടെന്നൊക്കെ പറഞ്ഞ സാധനം. ഇത് വനം കേട്ടോ, ഭീകരം. ഇത് നമ്മൾ ഇംഗ്ലീഷ് സിനിമയ്ക്കകത്ത് കാണുന്ന ഒരു ലൊക്കേഷനാണ് കേട്ടോ. എന്നത് അതിനകത്ത് കാണൂടാ. അങ്ങനെയാണ് ഒരു കൊല്ലം മുന്നേ ആണെങ്കിൽ ഇപ്പം വരാൻ ചാൻസ് ഇല്ലേ? ശരിക്കും ഡേഞ്ചറാ. ആനേനെയാണോ പേടിക്കേണ്ടതോ? ആനേനെ പേടിക്കുന്നത്, അല്ലാതെ കടുവയൊന്നും ഇല്ല. കടുവ അങ്ങനെ. പിന്നെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോയതോ? അത് കുറെ എത്ര വർഷം ഈ സമയത്ത് ഡേഞ്ചറാണോ? ഈ സമയത്തുള്ള എവിടെ വരുന്നല്ലേ? അവിടെ നിങ്ങൾ ഇത്ര അടുത്ത് അങ്ങനെ താമസിക്കുന്നത്? ഞങ്ങളോട് കളിച്ചോണ്ടിരിക്കുമ്പോൾ ഇവിടെ കടുപ്പിക്കുന്നത്. ഇത് കോത്തായിരുന്നു, ഞങ്ങളുടെ കളിക്കോത്ത. നമ്മളെ വന്ന് ഇറങ്ങിയില്ല. അതിന്റെ തൊട്ടപ്പെടുന്നു ഈ കടുവ. അപ്പൊ നിങ്ങൾ ഇത്ര അടുത്ത് കടുവ ഉള്ളപ്പോ നിങ്ങൾ അങ്ങനെ സമാധാനമായിട്ട് അവിടെ കിടക്കും? ഇത് അറിയുന്നില്ലല്ലോ ഇത് വന്ന് നിൽക്കുന്നത് എങ്ങനെയാന്നുള്ളത്. ഞങ്ങളോട് കളിച്ചോണ്ടിരിക്കുമ്പോ ഇവിടെ കടുവ പിടിച്ചില്ല. പശുവിനെ പിടിച്ചോ? കണ്ടോന്നോ? പശുവിനെ കൊന്നിട്ടേക്കോടെ. നമ്മുടെ കൂട്ടുകാരന്റെ അവനെ കളിച്ചോണ്ടിരിക്കുക. അവൻ പശുവിനെ നമ്മൾ പറഞ്ഞ പശുവിനെ അയച്ചു വിടുക കാട്ടില്. ഒരു 10-20 പശു ഉണ്ടോ അവൻ അയച്ചു വിട്ടു വന്നിട്ട് നമ്മൾ കളിച്ചോ. എന്നെ പോണ അതൊന്നും ഇല്ലെന്ന് അല്ല. ഇവന്മാർക്ക് ഓടാൻ പറ്റത്തില്ല. ഞാനൊക്കെ ഓടുവല്ലോ. പുലിനെ കൊല്ലണം, അല്ലെ നമ്മള് പിന്നെത്തിന് ഒരാളെ കൊണ്ട് പോകും പുലി. ഇൻ കേസ് ആന വന്നെങ്കിൽ ഓടിക്കണം. കടുവയാണെങ്കിൽ ഒരുമിച്ച് നിൽക്കണം. കടുവ ഒരുമിച്ച് നിന്നാലും പിടിക്കും. പിന്നെ ഒരാളെ കൊണ്ട് പോകാൻ പറ്റുമോ? എപ്പോഴും ജസ്റ്റ് ഒന്ന് വീട് എല്ലാരും പോകണം. നമുക്ക് ഇത്ര എത്ര കിലോമീറ്റർ ഉണ്ടോ? കിലോമീറ്റർ ഒരു 5 മിനിറ്റ് നടക്കാണ്. താമസക്കാർക്കുണ്ട് പോയ രീതിയില്ലേ അവരെ കൂടെ താമസിക്കുന്നവരാ. കുഴപ്പമില്ലായിരിക്കും. വിളിച്ചോ നമ്മളേതായാലും കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ആ കാടിൻ്റെ നടുവിൽ ഒരു വലിയ റിസോർട്ടാണെന്നാണ് പറഞ്ഞത്. നമുക്ക് അതും കൂടി കണ്ടിട്ട് വരാം. പിന്നെ ആന എതിരെയാണ് അറ്റാക്ക് എന്ന് പറയാൻ പറ്റില്ല കേസ്. അതുപോലെ ടെൻഷനുണ്ട്. താഴെ കൊല്ലി അവിടെ വെള്ളം കുടിച്ചിട്ട് തിരിച്ച് കയറി വരുന്ന സമയമാണെന്ന് പറയുന്നത്. കാരണം അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് ആന ഈ സമയത്ത്. അപ്പോൾ തിരിച്ച് കയറി വരുന്ന ഒരു സമയമാണ് ഈ സമയം. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും താഴെ ആന കയറി വരാം.
അപ്പോൾ ആ ഒരു സമയം ഇപ്പോൾ ഒരു 5 മണിയായി. ഇന്നലെ ആനയെ കണ്ടെന്ന് പറഞ്ഞു ഇവിടെ ആൾക്കാർ. അത് കാരണം ടെൻഷൻ. ഈ സാധനത്തിന് ഭയങ്കര സ്പീഡാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. ആന ഓടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിലാണ് ഓടി വരുന്നത്. നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. കെയർഫുള്ളാ. ഇത് എടുക്കണോടാ. ഈ കരികിലാണ് ശബ്ദം വെക്കാതെ പോടാ. മുകളിൽ നിങ്ങൾ ചവിട്ടി തിരിക്കാതെ. അളിയാ മോളിൽ നിന്ന് അങ്ങനെ ഇറങ്ങി വരുമോ? അളിയാ മോളിൽ നിന്ന് ഇറങ്ങി വരുമോ? മോളിൽ നിന്ന് വരാൻ ചാൻസസ് ഉണ്ട്. താഴെ നിന്നും വരാൻ ചാൻസ് ഉണ്ട്. ഫ്രണ്ടിൽ നിന്നും വരാം, പുറകിൽ നിന്നും വരാം. പക്ഷേ എൻ്റെ ഓട്ടം പാൻഡത്തിൻ്റെ ഓട്ടമായിരിക്കും കേട്ടോ. കിളി പൊക്കണം. അളിയ ഇച്ചിരി ഇരുട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാവുള്ളൂ. ഇരുട്ടിയാലോ എന്നെ കാണിക്കും. എല്ലാരും ഉണ്ട്. 2 ചെരുപ്പുണ്ട് എൻ്റെ കയ്യിൽ. ചെരുപ്പൂരി കൈ പിടിച്ചേക്കുവാണോ? ചെരുപ്പൂരി കൈ പിടിച്ചേക്കുവാണോ? അളിയ തന്നെയാണ് ഇങ്ങനെ വരമ്പ് ഉണ്ടാക്കി വെച്ചിരുന്നത്. വെള്ളം ഒഴുക്കി വിടാനല്ലേ? പോവാതിരിക്കാനോ? അതപ്പോ അത് ഫോറസ്റ്റുകാർ എല്ലാരും എല്ലാ സൈഡിലോട്ടും നോക്കിയോ കേട്ടോ. ഇത് അങ്ങനെ മരം നോക്കിക്കോ. അങ്ങനെ നോട്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ സാധനം കാണത്തുള്ളൂ. ഇത് മറഞ്ഞു നിൽക്കും അവിടെ ഇവിടെ. ഇതിനകത്തോടൊപ്പം ഒന്നും പറയാൻ തോന്നില്ല. നമുക്ക് ഒന്നും സംസാരിക്കാൻ പോലും തോന്നില്ല. അത്രയ്ക്ക് ഒരു ടെൻഷനുണ്ട് ഇതിനകത്ത് നടന്നു പോകുന്നു കേട്ടോ. അളിയ അവിടെ കണ്ടുണ്ടല്ലോ അളിയ. അതോ ആണോ? കാടിനകത്തോ? അങ്ങോട്ടാണോ പോകുന്നത്? അതാണോ റിസോർട്ട്? ആണോ? ഈ കാടിനകത്ത് ഈ താമസിക്കുന്ന ആൾക്കാരാണോ അത് സെറ്റ് ചെയ്യുന്നത്? ആനപ്പിണ്ടോ? അതെ ആനപ്പിണ്ടോ. ഈ സ്ഥലം കൊടുത്തിരുന്ന നമ്മുടെ സ്ഥലം. ആണോ? നമ്മുടെ സ്ഥലം കൊടുത്തിട്ട് ഗുണമാ. നമ്മുടെ സ്ഥലം നമ്മുടെ സ്ഥലം അതോ ഈ കാടിനകത്ത്. എന്റെ അളിയ നമ്മൾ വന്നല്ലേ ഇവിടെ എല്ലാം വിളിച്ചെടുത്തത്. ഇത് കാറ്റത്ത് പടന്ന് വീടുന്ന കാറ്റിന്റെ എന്നാ മരം ബ്രോ? ഭീകര മരങ്ങളാണ് കേട്ടോ. എടാ ചുറ്റും നോക്കിക്കോണേ, എപ്പോഴും നോക്കിയോ. ചുറ്റും നോക്കിക്കോണേ, എപ്പോഴും നോക്കിക്കോണേ. കണ്ണ് വേണം. അപ്പൊ ആളുകൾ ഇവരെ അറ്റാക്ക് ചെയ്തില്ലേ ആന? പറഞ്ഞാല് മറ്റേ ഇതുണ്ട്, കടുവ വന്നെങ്കിൽ എന്നാ ചെയ്യണ്ടേ? ഓടണോ മരത്തെ? കടുവ ഇവിടെ ഇല്ല. നമ്മളീ സിനിമയ്ക്കകത്ത് കാണാത്തൊരു കാടല്ലേ? പിന്നെ എന്നാലും എന്തെങ്കിലും ഒന്ന് കയ്യിലെടുക്കാറുന്നല്ലേ. പിന്നെ ആളുകൾ നിങ്ങളവിടെ കടുവാടെ ഇത് ശല്യം കാരണം അവിടുന്ന് ആൾക്കാരെ കൊഴിപ്പിക്കുന്നതൊക്കെ പറഞ്ഞു. ഇല്ല ഇതിങ്ങനെ ഉള്ളതുകൊണ്ട് വരത്തില്ലല്ലോ അളിയ. താഴോട്ട് ഇറങ്ങത്തില്ലല്ലേ? ഇവിടുന്ന് അങ്ങനെ ഇറങ്ങാനാണ്. JCBക്ക് വെട്ടിയായിരിക്കും. JCBക്ക് വെട്ടിയായിരിക്കും. റൈറ്റ് സൈഡിൽ നോക്കി നോക്കി പോവാ. പിന്നെ അല്ലാണ്ട് എടുത്താ മനുഷ്യന്മാരെ എടുത്താണോ? തൊഴിലുറപ്പ്. ഓ ഇത്ര വലിയ കുഴിയോ? എത്ര നാൾ കൊണ്ട്? ഇത് മനുഷ്യന്മാര് വെട്ടിയ കുഴിയാണ് ഇതോ? കൊള്ള അടിപൊളി. അപ്പൊ കൊറേ വർഷത്തെ പണി കാണുമായിരിക്കും. കൊറേ വർഷത്തെ പണി കാണുമായിരിക്കും. ഇങ്ങോട്ട് വരും. അല്ല ഇതാണോ ഇത്? ഗ്രാമീണ തൊഴിലുറപ്പ്. ഇതാണോ? അങ്ങോട്ട് പോകാൻ പറ്റുമോ? വിളിച്ചേ ചേച്ചി ഇവിടെ എന്നാ പ്രശ്നം? അങ്ങോട്ട് അറിഞ്ഞില്ലേ? എന്നീ കരിപ്പടിക്കും. പട്ടി പോയോ? ചേട്ടേ ഇതപ്പം ഞാൻ എടുക്കാൻ കേട്ടോ. കാടിന് നടുവാട്ടോ. അത് കാണിക്കാവുന്നു. കാട്ടിന് ഇത് ഇത് ഈ കാടിനുള്ളിൽ താമസിക്കുന്ന ആളുടെ വീടും സ്ഥലമൊക്കെയാണ് കേട്ടോ. അതായത് കാടിൻ്റെ ഒത്ത നടുക്കാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പുറം ലോകമായിട്ടൊന്നും വലിയ ബന്ധമൊന്നുമില്ല. എന്നാൽ ഇവിടെ കറണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്.
തേച്ച വീട്, അതായത് വീടൊക്കെ തേച്ച വീടുകളുണ്ട്, വാർത്ത വീടുകളുണ്ട്. ഈ വീടിൻ്റെയൊക്കെ ഭിത്തിയൊക്കെ ഉണ്ടോ, മറ്റേ മുള കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഭിത്തികളൊക്കെയാണ് കേട്ടോ. ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്സ് ആണ് ഇവിടെ വരുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഒരു കൊച്ചു ഗ്രാമമാണ്. അവിടെ ഒരു 3-4 വീട് അടങ്ങുന്ന ഒരു കുഞ്ഞൊരു ഗ്രാമമെന്ന് പറയാനൊക്കത്തില്ല, കുഞ്ഞൊരു സ്ഥലം. ഇത് കാടിനൊത്ത നടുക്കാണ് കേട്ടോ. ഇവിടെ കോഴികളുണ്ട്, പശുവുണ്ട്, മറ്റേ പട്ടികളുണ്ട്, അവരുടെ വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇവിടെ കറണ്ടൊക്കെ ഉണ്ട് കേട്ടോ. കറണ്ടുണ്ട്, ടൈൽസുകളൊക്കെ ഇട്ട വീടുകളൊക്കെ ഉണ്ട്, നല്ല വീടുകളൊക്കെയാണ് കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് കാടിന് നടുക്കിരിക്കുന്ന ഒരു റിസോർട്ടിലേക്കാണ് കേട്ടോ. പക്ഷേ ആ റിസോർട്ടിലൊന്നും ഒരു മനുഷ്യന്മാർ പോലും ഇല്ല, ചുമ്മാതിങ്ങനെ അടഞ്ഞും പൂട്ടി കിടക്കുവാണ് കേട്ടോ. ഇപ്പോൾ ആരെങ്കിലും വരുമ്പം അവർ തുറന്ന് കൊടുക്കുമായിരിക്കും. എന്തായാലും ഇപ്പോൾ അവിടെ ആരുമില്ല. ഇതിനകത്ത് കയറാനൊക്കത്തില്ലേ? ആണോ? അതിനകത്ത് കയറാനൊക്കത്തില്ലേ? അങ്ങോട്ട് പോകണോ? അകത്ത് ഇവിടെ ആരും താമസിക്കാനാളിയ? ഇവിടെ ആൾക്കാർ താമസിക്കാൻ വരാറുണ്ടോ? എവിടുന്നാ? ആരാ? ബിജുമാനാണോ? അങ്ങനെ നമ്മൾ കാടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന റിസോർട്ടും കണ്ട് കാടിനുള്ളിൽ താമസിക്കുന്ന ആളുകളുടെ വീടുകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. ഈ ഫ്രണ്ടിൽ പോകുന്ന പട്ടിക്കൂട്ടം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ തൊട്ട്. അതിന് ഭയങ്കര സ്നേഹമാണ് കേട്ടോ, വാലുവാട്ടി ഇങ്ങനെ നടക്കുന്നുണ്ടോ. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചു പോകുന്ന സമയത്താണ് ടാസ്ക്. നമ്മൾ അതിനകത്തൂടെ പോകുമ്പോഴത്തേക്കിന് ആനകളെ കാണാൻ ചാൻസ് ഉണ്ട്. ഇതൊത്തിരി എണ്ണം ഉണ്ടല്ലോ. ഹൈ ഇവനതിപ്പോൾ അവിടെ വന്നതല്ലേ, നമ്മൾ വന്ന ഇതല്ലേ? ആ ഇത് കൊണ്ട് വേറെ സ്റ്റൈല് കേട്ടോ ഇവനെ കാണാൻ. അവൻ മാറി മാറി പോവുക. എനിക്കൊന്നുമില്ല, അടിയന് വിടും, നമ്മൾ വിടും, അത്രേ ഉള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു വൈബ് ഉണ്ടോ, ഭയങ്കര സൈലൻ്റ് ആണ് കേട്ടോ. ഇവിടെ ആൾക്കാരുടെ ബഹളങ്ങളില്ല, കാടിൻ്റെ ശബ്ദം മാത്രം. പിന്നെ ഇടയ്ക്ക് ആ ട്രെഞ്ചിൻ്റെ ആ മോള് ഭാഗത്ത് വന്നിങ്ങനെ ആന നിൽക്കുന്നതും കാണാം. ഈ ഭാഗത്ത് ആകപ്പാടെ കുറച്ച് വെള്ളമുള്ള സ്ഥലമുള്ളൂ കേട്ടോ. ഇതാണ് കൊല്ലിന്നവർ പറഞ്ഞില്ലേ, ഈ ഒരു താഴ്ന്ന പ്രദേശമാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ നല്ല അത്യാവശ്യം വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ആനകളെല്ലാം ഇറങ്ങി വരുന്നത്. ഇത് കണ്ടോ, എന്തോ മരുന്ന് ഞാൻ ഉണ്ടാക്കിയതാണോ? ഇതുണ്ടോ, ഈ കാണുന്ന ആനയുടെ കാൽപ്പാടാണ് കേട്ടോ. ഈ കാണുന്ന ആന ചവിട്ടി പോയതാ. ഇപ്പുറത്ത് വേറൊരു കാൽപ്പാട്. ഇത് നോക്കി, ഇത് വേറൊരു കാൽപ്പാട് ഫുള്ള്. അതായത് ഇതിനകത്തോടെ ആന അങ്ങ് പറന്ന് നടക്കുവാന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അല്ലളിയ. ഇവിടെ നോക്കുന്നിടത്തെല്ലാം കാൽപ്പാടുണ്ടെങ്കിലേ ഫുള്ള് നോക്കുന്ന ഈ മണ്ണ് വെട്ടിയിട്ടേക്കുന്നിടത്ത് നോക്കുന്നിടത്തെല്ലാം കാൽപ്പാടുണ്ട്. അപ്പം ഡെയിലി പോക്കണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ആ നമുക്ക് ഇതിനകത്തോടെ തന്നെ നടക്കാം. അപ്പോൾ ആനയുടെ കാൽപ്പാടുണ്ടായി അറിയാം. തേണ്ട ഇടിച്ച് വെച്ചേക്കണം കണ്ടോ. വേണ്ടൊരു കാൽപ്പാട് ഇതുണ്ടോ, കാൽപ്പാട് കണ്ടോ. ഇത് ചെറിയ ആനയാണെന്നു അല്ലേ? ആ വേണ്ടേ, ഇതോ ഈ കാൽപ്പാട് കണ്ടു. പക്ഷെ ഒരു ആനയെ കൂടി കാണുമായിരുന്നു, വൈബായിരുന്നു അല്ലേ? അല്ലേ, ഒരു ഓടി രക്ഷപ്പെടലൊക്കെ ഉണ്ടായിരുന്നെങ്കിലേ ഇത് കുട്ടി ഇങ്ങനെ വരയ്ക്കും, കൊമ്പൊക്കെ ഇട്ട് ഉരയ്ക്കുന്നതായിരിക്കും. ഇത് കണ്ടോ, ആനയിട്ട് പിടിച്ചിട്ട് പോയാ കേട്ടോ. ഇതൊക്കെ ഉരയ്ക്കുന്ന സ്ഥലമാണ്. ഇതുണ്ടോ, അല്ലാതെ ഇപ്പോൾ ഈ കാടിനകത്ത് ആരും വന്ന് ഉരയ്ക്കാനായി. കൊള്ളാം, എന്തായാലും ഭയങ്കര ഭീകര കാടാണ് കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സംഭവമല്ല. എന്തായാലും കൊള്ളാം, രസമുണ്ടായത്. ഒരു ഭയങ്കര പേടി ഉള്ളിൽ തോന്നി കേട്ടോ ഇപ്പോൾ ഇത്ര സമയം കൊണ്ട്. ഈ മരങ്ങളൊക്കെ കണ്ടോ നിങ്ങൾ? ഇതൊരു 100-150 വർഷം പഴക്കമുള്ള ഒരു പഴമായിരിക്കും മരമായിരിക്കും കേട്ടോ. നോക്കി ഇല്ലേ,
ഈ ഈ ഈ ഒരു വള്ളി ഇത്രയും വലിപ്പത്തിൽ വരണമെന്നുണ്ടെങ്കിൽ തന്നെ അതിന് നല്ല ന്യായമായിട്ട് പ്രായമുണ്ട്. എന്തായാലും കൊള്ളാം. ഇവിടെ പെടന്ന് കിടക്കുന്ന മരത്തിൻ്റെയൊക്കെ വലിപ്പം കണ്ടാൽ നിങ്ങൾ ഞെട്ടും കൈ. മോള് നോക്കി, ആ മരമൊന്നും ആർക്കും വേണ്ടേ? കരിമരുത് ഇതല്ലേ? ഇതൊക്കെ വെറുതെ ഇങ്ങനെ നിന്ന് പെടന്ന് പോകത്തേ ഉള്ളൂ അല്ലേ? അല്ലാതെ ആർക്കും പ്രയോജനമില്ല, ഫോറസ്റ്റ് ആർക്കും കൊടുക്കത്തുമില്ല. ആ അതാ നല്ല രസമുണ്ടല്ലേ? ഇവിടെ പെടന്ന് കിടക്കുന്ന മരത്തിൻ്റെ വലിപ്പം കണ്ടോ? ഒരുത്തിന് അതിനകത്ത് കയറി കിടപ്പുണ്ട്. അതപ്പോൾ അതിൻ്റെ മരത്തിൻ്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. അതുകൊണ്ട് ഇവിടെ എല്ലാം കാൽപ്പാടാ, കേട്ടോ. ഇത് നോക്കി, ഇത് കാൽപ്പാടാ കാണുന്നത്. ഈ കാണുന്നൊരു കാൽപ്പാടാ. ആന ചവിട്ടി പോകുന്ന സ്ഥലങ്ങളാണ്. അതേ അടിപൊളി ഒരു കാൽപ്പാട്. നോക്കി കാൽപ്പാട് കേട്ടോ, ഭീകര കാൽപ്പാട്. ഭയങ്കര വലിയ ആനയാണ് കേട്ടോ. അതൊക്കെ വലിയ ഇത് കണ്ടോ, എൻ്റെ കൈ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ഭയങ്കര വലിയ കാൽപ്പാടാണ്. നിർഭാഗ്യവശാൽ നമുക്ക് കാൽപ്പാട് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഗൈസ്. ആനയൊക്കെ കാണാൻ ഭാഗ്യമില്ല നമുക്കിന്ന്. അതിന് 2-3 സ്റ്റെപ്പ് വെച്ചേ ഉള്ളൂ. ഇവിടെ കണ്ടോ കാൽപ്പാട് കണ്ടോ? അതായത് ഇവിടെ എവിടെ നോക്കിയാലും ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കാനായിട്ട്, അതായത് വെള്ളം അങ്ങോട്ട് ഒഴുകി പോകാതെ ഇവിടെ തന്നെ കെട്ടിക്കിടക്കാനായിട്ട് ഇങ്ങനെ മണ്ണ് വെട്ടി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോടെ ഇങ്ങനെ ചുമ്മാ നടന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഒരു 2 സ്റ്റെപ്പ് വെക്കുന്നിടത്തെല്ലാം ഈ ആനയുടെ കാൽപ്പാടുണ്ട്. അപ്പം ഇത് ആനത്താരയാണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായില്ലേ? ഇതുണ്ടല്ലേ ആന നടന്നിട്ടുള്ളൊരു അവിച്ചിൽ കണ്ടോ? ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി. ഇതിങ്ങനെ ഒരു അവിച്ചില. ഇവിടുന്ന് അങ്ങോട്ട് ആ അവിച്ചിൽ നോക്കി പോയാൽ അവിടെ മറ്റേ മണ്ണ് കൊണ്ടുണ്ടാക്കിയ സ്ഥലമുണ്ട്, അവിടെയും കാൽപ്പാട് കാണും. ആണോ? ആ ഇത് കണ്ടോ? ഇവിടെ നോക്കി, ഇതെല്ലാം ആന ചവിട്ടി മെതിച്ചിട്ടേക്കുന്ന സ്ഥലങ്ങളാണ്. ഇത് കണ്ടോ? ഇതെല്ലാം ആനയുടെ കാൽപ്പാടാണ്. ഇത് കണ്ടോ? പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ആനയെ ഒന്നും കാണാൻ പറ്റിയില്ല ഗീസ്. ഞാനൊരു ആനയിട്ട് ഓടിക്കുന്ന ഓട്ടമൊക്കെ പ്രതീക്ഷിച്ചൊരു കാട്ടിലൂടെ കിടന്ന് ഓടുന്നൊരു ഓട്ടമൊക്കെ ഞാൻ പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷേ അത് നടന്നില്ല. ഈ മരത്തിൻ്റെ വലിപ്പം നിങ്ങൾ കണ്ടോ? ഈ മരത്തിൻ്റെ വലിപ്പം കണ്ടോ? ഈ മരത്തിൻ്റെ വലിപ്പവും എൻ്റെ കൈയും കാണിക്കാം. കണ്ടോ? ഇതാണ് എൻ്റെ കൈ. ഇത് വൈഡായതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഉരുണ്ട് തോന്നുന്നു കേട്ടോ. ഭയങ്കര വലിയ മരമാണ് പടന്ന് കിടക്കുന്നവിടെ. എന്തെങ്കിലും കിടപ്പുണ്ടേ കണ്ടോ? അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. കേസ് ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇരിക്കുന്ന സമയത്ത് കണ്ട് അവിടെ 2 ചേട്ടന്മാർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ ആന നിൽപ്പുണ്ടെന്ന് കേട്ടോ. നമ്മളപ്പോൾ അങ്ങോട്ടേക്ക് പോവാണേ. ഓ എവിടെയാണ് ആന? ഇതിനകത്തോടെ തന്നെ പോയാൽ മതി എന്നാണ് പറഞ്ഞത് ചേട്ടാ. കേസ് ഇത് ആന ഇങ്ങോട്ട് കാട്ടിനകത്തുനിന്ന് ആളുകൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടി കെട്ടിയേക്കുന്ന മതിലാണ് കേട്ടോ. ഇതിനപ്പുറത്ത് നമ്മൾ ട്രെഞ്ച് വലിയ കുഴി കുഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ? അത് വലിയ കുഴിയാണ്. ആ കുഴിയും ഈ മതിലും കടന്നിട്ട് വേണം ഇത് അപ്പുറത്തേക്ക് വരാൻ. അപ്പോൾ അപ്പുറത്തെ കണ്ട് ആന നിൽപ്പുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. പറ്റുവാണെങ്കിൽ ഞാൻ നിങ്ങളെ ആനയെ കൂടി കാണിച്ചു തരാം കേട്ടോ. അല്ല അറിയാതെ ആന ഉള്ള ഫ്രണ്ടിൽ ആളുണ്ടോ? അത് ഞാൻ നോക്കാം. പോട്ടെ, നിങ്ങൾ പോട്ടെ, നിങ്ങൾ പോട്ടെ. ശരി താഴെ പോരാ. ഒരു താഴെ പോയി വാ. എന്റെ മോമിൽ മുറിയാണെങ്കിൽ പൊക്ക്. ആ മുള്ളിന് പുറത്തിറങ്ങി നീ. നീ ഇതിനകത്തോടെ വരാതിരിക്കുന്നത് നല്ലത് കേട്ടോ. ഇവനെ ഇതിനകത്തോടെ കൊണ്ടുപോയിരിക്കുന്നത് നല്ലത്. അവനകത്തോടെ കൊണ്ടുപോയിരിക്കുന്നത് നല്ലത്. അല്ല ഇതിനകത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ താഴെ പോകും. അങ്ങപ്പോ കാണോ? എടാ താഴെ പോലെ കേട്ടാ. ആനെ കണ്ട് അവസാനം നമ്മൾ ആനെ കണ്ട്. എടാ ഓടുമ്പോൾ സൂക്ഷിച്ചോടണേ. കേട്ടോ. താഴെ അങ്ങോട്ടും ഇങ്ങോട്ടും കാല് മാറി കഴിഞ്ഞ് താഴെ പോകും. അമ്പടാ ആനെ കണ്ട് ഗൈസ്. അങ്ങനെ നിങ്ങൾക്ക് ആനെ കാണാനുള്ള അവസരം കൂടി കിട്ടിയിരിക്കുകയാണ് ഗൈസ്. കാണോ?
ഞങ്ങൾ ഓടി വന്നു. പക്ഷേ എന്തായിരുന്നറിയോ, അതിനകത്ത് ഈ കാട്ടിനകത്ത് ആനയുണ്ട്. ഇതുണ്ട്, ആ കാണുന്ന കാട്ടിനകത്ത് ആനയുണ്ട്. അതിനകത്ത് മരം ഓടിക്കുന്ന ശബ്ദം നമുക്ക് നല്ലപോലെ കേൾക്കാം കേട്ടോ. എടാ കൂകാന്ന് ഒച്ച വെച്ച വരത്തില്ലെന്ന്. ഒച്ച വെച്ച മനുഷ്യൻ്റെ ശബ്ദം കേട്ടാൽ വരത്തില്ല. സൂപ്പറായിട്ട് കേട്ടോ ഓടിക്കുന്നത്. വലിയ മരമൊക്കെ ഓടിച്ചിടുന്ന ശബ്ദം അതിനകത്ത് കേൾക്കാം കേട്ടോ. പിന്നെ അത് 2-3 തവണ മരം ഓടിക്കുന്ന ശബ്ദം കേട്ടു. ഇതിനകത്തുണ്ട് സാധനം. അപ്പം ഒന്നേ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം. അത്രേ ഉള്ളൂ, ബാക്കി ഉണ്ടെങ്കിൽ കാണാം. ഇല്ലെങ്കിൽ അതിലെ കയറി വരുവാണെങ്കിൽ ക്രോസ് ചെയ്യുമ്പോൾ അവിടെ കാണാമായിരിക്കുമല്ലോ. ഗ്രൗണ്ടിൽ വരുമല്ലേ ഇടയ്ക്കല്ലേ? ഇവിടെ ഗ്രൗണ്ടിൽ വരും. അത് രാത്രിയാവും കേട്ടോ. ഇതിന് പ്രത്യേക ഒരു സ്ഥലമുണ്ടോ താമസിക്കാനൊക്കെ? ആ കുന്നില്ലേ, നമ്മളിപ്പോൾ കയറി മുകളിൽ കുന്ന്, അവിടെ ആ സ്ഥലം എല്ലാം കൂടി ഒരുമിച്ച് വരുന്നത്. വെള്ളം കുടിക്കാൻ ഇവിടെ വരുന്നതാണല്ലേ? വെള്ളമുള്ള സ്ഥലം ഇവിടെ ഈ വളം വയ്ക്കുന്നത്. ഇവിടെ അവിടെ നോക്കിയില്ല, സന്ധ്യമൊക്കെ കൊണ്ട് കാണാൻ ചാൻസ് ഉണ്ട്. കാണാം. അയ്യോ അങ്ങനെ കണ്ട് നമ്മൾ മുമ്പ് അങ്ങോട്ട് പോയ വഴിയാണ് ക്രോസ് ചെയ്തത് കേട്ടോ. ഞാൻ നമ്മൾ പറഞ്ഞില്ലേ ഭയങ്കരമായിട്ട് ആന അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സ്ഥലമാണ്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന പുറകെയാണ് ഇപ്പോൾ ആന അങ്ങോട്ട് കയറിപ്പോയത് കേട്ടോ. ഈ കാട്ടിനകത്തുണ്ട് ആന. അതിനകത്തുണ്ട് 2 വലിയാനയും ഒരു കൊമ്പനാനയും ഒരു വലിയാനയും ഒരു അമ്മയാനയും ഒരു കുട്ടിയാനയും. അതിങ്ങനെ ചവിട്ടി പോകുന്ന വലിയ ശബ്ദം കേൾക്കാം കേട്ടോ കാടിനകത്തൂടെ. ഇങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ട് സാധനം. ഈ ഭാഗത്തുണ്ട് സാധനം. എന്ത് ചെയ്യാനാ, കാണാൻ പറ്റില്ല. അത്രയും ശകലം ഭാഗമേ കാണാൻ പറ്റുള്ളൂ. രാവിലെ നേരം കൊടുത്തു കേസ്. അന്ന് പറഞ്ഞ നീയൊക്കെ ഞാൻ ഇതൊക്കെ മുന്നേ പോയില്ലേ? എന്നതിനാ കണ്ടത്? നല്ലത് കിട്ടിയോ? അടിപൊളി കേട്ടോ. ഇത് നിങ്ങൾക്ക് ചൂട് അവിടെ ചൂട് കായണമെങ്കിൽ അവിടെ ഇതുണ്ട്, തീ കത്തിച്ചോ. തീ അവിടെ വാട ചൂട് കായുന്ന തീ കത്തിച്ചിട്ടുണ്ട് അവിടെ പുറത്ത്. ഞങ്ങളെന്നാ പോയില്ല കേസ്, ഞങ്ങൾ ഇവിടെ തന്നെ കിടന്ന്. ഭയങ്കര ക്ഷീണമല്ലായിരുന്നു, അത് കാരണം ഞങ്ങൾ പോയില്ല. എല്ലാവരും ഫുള്ള് ഉറക്കളമായിരുന്നു, അത് കാരണം തന്നെ ഞങ്ങൾ പോയില്ല. അത് റിസ്ക് ആയിരുന്നു, അത് കാരണം വണ്ടിയൊക്കെ ഓടിച്ച് പോകുന്നതല്ലേ. ഇവിടെ കിടന്നിട്ട് രാവിലെ പോകാമെന്നുള്ള കണക്കൂട്ടിൽ ഇവിടെ കിടന്നങ്ങ് ഉറങ്ങി. ഇവിടുത്തെ സ്ഥലം കണ്ടോ, രാവിലത്തെ ആംബിയൻസ് ഉണ്ടോ. ഇടുക്കിയൊക്കെ പോലത്തെ അതേ സെയിം വൈബാണ് കേട്ടോ ഇവിടെ. ഭയങ്കര തണുപ്പാണ് രാവിലെ. ഇത് നോക്കി, നമ്മളിപ്പോൾ തിരിച്ചു പോകും കേട്ടോ. ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോവുക. ഇവിടെ പരിപാടിയൊന്നുമില്ല, വീട്ടിൽ നിന്നൊക്കെ വിളിക്കാൻ തുടങ്ങി ഓരോരുത്തരെ. രാവിലെ വീട്ടിൽ നിന്ന് കാണുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട്, ആൾക്കാരെ കാണുന്നില്ല, 2 ദിവസമായിട്ട് പിള്ളേരെയൊക്കെ മിസ്സിങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് മിസ്സി കോളും മെസ്സേജൊക്കെ വരുന്നുണ്ട്. അപ്പം രാവിലെ തിരിച്ചു പോകും. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടെ ആംബിയൻസ്. ഇതുണ്ടോ, ഫുള്ള് കൃഷിയും പരിപാടിയൊക്കെയാണ്. രാവിലെ നല്ല തണുപ്പുണ്ട് കേട്ടോ. കേട്ടോ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു സംഭവം. ഇന്നത്തെ രാത്രിയിലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര ക്ഷീണമായിപ്പോയി, കിടന്നങ്ങ് ഉറങ്ങിപ്പോയി നേരത്തെ. അല്ലെങ്കിൽ ഇന്നലെ വൈകിട്ടത്തെ വീഡിയോ കൂടി കാണിക്കാമായിരുന്നു, പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. രാവിലെ നേരം വെളുത്തപ്പോഴാണ് ബോധം വീണത്. ഓക്കെ, തീ കത്തിക്കുന്നുണ്ട് കേസ്. നമുക്ക് ഇച്ചിരി നേരം തീ കൊള്ളാം. കണ്ടോ തീ കത്തുന്നത്. അതിനിവിടെ വെള്ളം ചൂടാക്കുക. വെള്ളം ആണ്ടാ വാതിക്ക നിൽപ്പുണ്ട്, അതാമാറ കൂടെ നടക്കുക. അയ്യോ, കയ്യൊക്കെ മരച്ച് നല്ല തണുപ്പാ. നല്ല തണുപ്പാകട്ടെ ഇവിടെ. ഈ ചൂടുവെള്ളം ഇല്ലാതെ പറ്റത്തില്ല, കുളിക്കാനൊന്നും പറ്റത്തില്ല, ഭയങ്കര തണുപ്പ്. അതുപോലെ തണുപ്പാട്ടോ. ആടെ നിൽക്കുന്നുണ്ടാ ചേട്ടാ, ചെറുതേ കൊണ്ട് മുട്ട അവിടെ മാറ ഇരുന്ന് അവിടെ പുള്ളി കറക്റ്റ് സൗകര്യത്തിന്. ആണെന്ന് കണ്ടോ,
ഞങ്ങൾ കണ്ടേ രാവിലെ പുട്ടടിച്ചിട്ട് പോകാൻ കരുതിയ പുട്ടടിക്കുന്നു ഗൈസ് പുട്ട്. ഇതാറാടത് ഇതാറാ എടുക്കണേ വേണടാ പറ. ഓക്കെ അളിയാ ബൈ. ഒരു കൈ കൊടുത്ത അളിയ ശരി അളിയ പോവാ. ആറ് ചെരുപ്പൊന്നും ഇല്ലാണ് കയറിയേ നേരെ ഈ സൈഡ് നോക്കി പോണ്ടേ.